പിണറായി വിജയനെക്കാട്ടിലും ജനപ്രീതിയുള്ള നേതാവ് വി ഡി സതീശനാണ്. കോൺഗ്രസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സതീശന് കഴിഞ്ഞു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊക്കെയാണ് സർവേ ഫലം. അതിനകത്ത് എന്താ പറയുക? എത്രയോ സർവേകൾ വന്നിരിക്കുന്നു, സർവേകൾ പോയിരിക്കുന്നു. മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം നല്ലൊരു ഇല്ലാന്ന് ഞാൻ നല്ലൊരു ജനപ്രതിനിധിയാണ്, നല്ലൊരു പാർലമെൻ്ററിയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അംഗീകാരം ഉണ്ടാകുമല്ലോ. പക്ഷെ അതാണ് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടത്തിയൊരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ നായകനാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആ രീതിയിലാണ്. CPM-കാരനല്ല. ഞാൻ CPM മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ, പാർട്ടി പരിപാടിയിൽ ഞാൻ പോയിട്ടില്ലല്ലോ. വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ അതിനെ അല്ല അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്കറിയില്ല എന്നെ ആരെങ്കിലും പറഞ്ഞതായിട്ട്. ഞാൻ ആരെക്കുറിച്ച് ഞാനും പറഞ്ഞിട്ടില്ല, എന്നെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. KV തോമസ് ഒരു പാർട്ടിയിലും ചേരാതെ തന്നെ ഞാൻ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഇവിടെ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. KV തോമസ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. മാഷെ, ആദ്യം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയിരിക്കുകയാണ്. മുന്നണികൾ കൂട്ടലും കിഴിക്കലുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. തോമസ് മാഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇത്തവണ ഉണ്ടാവുമോ? അല്ല, ഞാൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് 21 മാറിയതാണ്. 21 മത്സരിക്കാൻ തയ്യാറെടുത്തപ്പോഴാണ് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി എന്നെ വിളിക്കുകയും മത്സരിക്കണ്ട എന്ന് പറയുകയും ചെയ്തത്. അപ്പം അന്ന് നിർത്തിയ ഒരു ഏർപ്പാടാണിത്. ഇനി മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. സോണിയാഗാന്ധി അന്ന് പറഞ്ഞ നിർദ്ദേശം ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാണ്. തിരഞ്ഞെടുപ്പ് ഒരു സന്ദർഭമുണ്ടല്ലോ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. 19 ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ അന്നാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ചേർന്ന്, ഞാൻ വളരെ ദീർഘകാലം പാർലമെൻറ്റിലായിരുന്നു, അന്ന് എനിക്ക് 73 വയസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയത്. എറണാകുളത്ത് താങ്കൾ മത്സരിച്ചാൽ ഒരു സാധ്യതയുണ്ടോ? എറണാകുളത്ത് എന്തായിരിക്കും? അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരു മത്സരത്തെക്കുറിച്ച് ഞാൻ ഏതായാലും ആലോചിക്കുന്നില്ല. ഇല്ല, മത്സരിക്കാനായിട്ട് ഇല്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വിസ്മയങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് സതീശൻ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ വിസ്മയമാണ് ആയിഷ പോറ്റി. ആയിഷ പോറ്റിയോട് വർഗവഞ്ചക എന്ന് CPM പറയുമ്പോൾ തോമസ് മാഷിൻ്റെ പേരുൾപ്പെടെ ആയിഷ പോറ്റി പറയുന്നുണ്ട്. അവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐഷാപ്പറ്റിയെക്കുറിച്ച് ഒരു കമൻറ്റും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ കൊടുത്തതാണ്, ഞാൻ കൊടുത്തതല്ല. ഞാൻ അതിനെ കൊടുത്തവർക്കെതിരായിട്ടൊരു കേസും കൊടുത്തിട്ടുണ്ട്, DGP കത്ത് കൊടുത്തു. പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാണോ? എന്നല്ല, ഞാൻ ആ രീതിയിലേക്ക് പറഞ്ഞതല്ല. അത് ഞാൻ അതിലേക്കൊരു കമൻറ്റ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയക്കാരാണ് അങ്ങനെ ഒരു കമൻറ്റ് എൻ്റേതായിട്ട് കൊടുത്തത്. പക്ഷേ ഞാനൊരു കമൻറ്റ് കൊടുത്തിട്ടില്ല. വർഗവഞ്ചകയാണെന്ന് CPM പറയുമ്പോഴും അതിനെ അനുകൂലിക്കുന്നു. പാർട്ടിയല്ലേ, പാർട്ടിക്ക് എന്തും പറയാം. ഞാൻ പറഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങനെ ആരെക്കുറിച്ചും മോശമായൊരു കമൻറ്റ് പറയാറില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് വർഗീയതയെ സംബന്ധിച്ചിടത്തോളം അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയിലും നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഈ സജി ചെറിയാൻ്റെ ഒരു പരാമർശം കേട്ടിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? കാസർകോട്ടെ മലപ്പുറത്തെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറുപടി വരേണ്ട കാര്യമില്ല. കൊച്ചിയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, കൊച്ചി മേയർ തെരഞ്ഞെടുപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലത്തീൻ സഭയാണ് ഞങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയത്, എന്നെ അംഗീകരിക്കുന്നു എന്നൊക്കെ കൊച്ചി മേയർ തന്നെ തുറന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മേയറുടെ കമൻറ്റ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം മുതൽ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ ലത്തീൻ സമുദായത്തിൽപ്പെട്ടയാളാണ്, അതിലൂടെ വളർന്നു വന്നയാളാണ്. പക്ഷെ ഒരിക്കലും ഒരു സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ ഒരു ജനപ്രതിനിധിയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സന്ദർഭത്തിൽ എഴുതി കൊടുക്കണം, കേരള CC എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന എഴുതി കൊടുക്കണം, ഞാൻ എഴുതി കൊടുത്തിരുന്നില്ല. കാരണം എന്നെ ജയിപ്പിക്കുന്ന എല്ലാവരും കൂടിയാണ്. അതിൽ സഭയ്ക്കൊരു പ്രാധാന്യമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ കടന്നു വന്ന ഇത്രയും ദീർഘകാലം, ഏകദേശം 40 വർഷത്തോളം ഒരു ജനപ്രതിനിധിയായി MP-യും MLA ആയി വന്നപ്പോൾ എന്നോടൊപ്പം എന്നെ സഹകരിച്ചത് എല്ലാവരും കൂടിയാണ്. അപ്പോൾ ഈ സഭാ സമുദായങ്ങൾ ഇപ്പോൾ പിന്തുണ ഉണ്ടെങ്കിലേ ഒരു ജനപ്രതിനിധി ആവാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ളൊരു വിശ്വാസം എനിക്കില്ല. കാരണം എൻ്റെ അനുഭവം അതല്ല. ഞാൻ 84 ഡൽഹിയിലേക്ക് വരുമ്പോൾ അന്ന് എനിക്ക് 38 വയസ്സാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് 73 വയസ്സാണ്. ആ കാലഘട്ടമെല്ലാം എല്ലാവരും എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ പിന്തുണയും വേണം, പൊതു ജീവിതത്തിലും. ഒരാളുടെ പിന്തുണ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പിന്തുണ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്തുണയുണ്ടോ ഇല്ല എന്നൊക്കെ വേറെ കാര്യം. പക്ഷെ അതൊരു ഇഷ്യൂ അല്ല, അത് അനാവശ്യമായി നമ്മൾ കൊണ്ടുവരുന്ന ഇഷ്യൂസാണ്.
പൊതുജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. യു ഡി എഫ് നേതാക്കൾ അത്തരത്തിലുള്ള പിന്തുണയൊക്കെ പലയിടത്തും തേടിപ്പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ താങ്കളും ആ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഇടതുപക്ഷവും അത്തരത്തിലൊരു പിന്തുണ നേടിപ്പോകുന്നു എന്നൊരു തോന്നലുണ്ടോ? അതല്ലോ, എല്ലാവരും കാണുമല്ലോ, കാണുന്നത് സ്വാഭാവികമല്ലേ. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പോകും, കാണും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഒരു പ്രതിനിധിയല്ലോ ജനപ്രതിനിധി എല്ലാവരുടെയും പ്രതിനിധിയാണ്. ഐഷ പോറ്റി CPM-ലേക്ക് പോകുന്നു, CPM-ൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോകുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് ശോഭന ജോർജ് ഉണ്ട്, ഷാഹിദ കമലുണ്ട്, KV തോമസ് ഉണ്ട്. അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ KV തോമസ് ഒരു പാർട്ടിയിലും ചേർന്നിട്ടില്ല. KV തോമസ് ഒരു പാർട്ടിയിലും ചേരാതെ തന്നെ ഞാൻ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഇവിടെ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. CPM-കാരനല്ല. ഞാൻ CPM മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ, പാർട്ടി പരിപാടിയിൽ ഞാൻ പോയിട്ടില്ലല്ലോ. വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ അതിനെ അല്ല, അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്കറിയില്ല എന്നെ ആരെങ്കിലും പറഞ്ഞതായിട്ട്. ഞാൻ ആരെക്കുറിച്ച് ഞാനും പറഞ്ഞിട്ടില്ല, എന്നെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ആരും വഞ്ചിച്ചിട്ടില്ലെന്ന് ഉറപ്പല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു ആരെക്കുറിച്ചും കമൻറ്റ് ചെയ്തിട്ടില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് എനിക്കറിയത്തുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എന്തായിരിക്കും പ്രതീക്ഷ? ഇത്തവണ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തിരിച്ചു വരും. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടത്തിയൊരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ നായകനാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്ന ആ രീതിയിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ഇവിടെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലഘട്ടത്തിൽ വൈപ്പിനിൽ ONG ടെർമിനൽ വരുന്നത് അംഗീകരിച്ചത്. അന്ന് 2 ടെർമിനൽസാണ് വന്നത്, ഒന്ന് ഗുജറാത്തിലും ഒന്ന് വൈപ്പിനിലും. പക്ഷെ അത് മുന്നോട്ട് നീങ്ങിയില്ല, സമരങ്ങളും ബഹളങ്ങളുമായി. അത് യാഥാർത്ഥ്യത്തിലാക്കിയത് പിണറായി വിജയനാണ്. UDF-ൽ നിന്ന് മാറി LDF-ലേക്ക് എത്തി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി എന്നുള്ളൊരു LDF-ന് പിന്തുണ ഉണ്ട്, സ്വാഭാവികമായിട്ട് LDF-ന് പിന്തുണ ഉണ്ട്. അപ്പോൾ ഈ സോണിയാഗാന്ധി മത്സരിക്കണ്ട എന്ന് പറയുമ്പോൾ മത്സരിക്കാതിരിക്കാൻ അതെന്തോ അതിൻ്റെ വൈരുദ്ധ്യം? എനിക്ക് വലിയ റെസ്പെക്റ്റ് ഉള്ള ആളാണ്, വളരെ റെസ്പെക്റ്റ് ഉണ്ട് അവരോടുണ്ട്. അപ്പോൾ ഞാനന്ന് 2021 മത്സരിക്കാൻ തയ്യാറായി, സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായ സന്ദർഭത്തിലാണ് സോണിയാജി എന്നെ വിളിക്കുന്നത്. അത് വേണ്ട. അപ്പോൾ ഇന്നും ഞാൻ സോണിയാജിയുമായിട്ട് വളരെയധികം സ്നേഹബന്ധമുള്ള ആളാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. സോണിയാഗാന്ധി എന്ത് പറഞ്ഞാലും ആ നിലപാടിനൊപ്പം തന്നെ നിൽക്കും. എല്ലാവരും നമുക്ക് ചെയ്യാനൊക്കത്തില്ലല്ലോ. നമുക്ക് സ്വീകരിക്കാവുന്ന സ്വീകരിക്കും, സ്വീകരിക്കാൻ പറ്റാത്ത സ്വീകരിക്കില്ല. ശബരിമല സ്വർണ്ണക്കുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് എന്താണ് കമൻറ്റ്? സത്യം പുറത്തു വരട്ടെ, തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ. നമുക്കൊരു നീതിന്യായ വ്യവസ്ഥയില്ലേ, ആ നീതിന്യായ വ്യവസ്ഥയിലൂടെ ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടണം. ഒരുപാട് വിശ്വാസികൾ ഇപ്പോൾ എതിരാണ്. സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി എന്ന കാഴ്ചപ്പാട് നിൽക്കില്ല. ഞാൻ ഇത്രയും വർഷക്കാലം രാഷ്ട്രീയം നിന്നയാളാണ്. നമുക്കറിയാം, ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ല അസംബ്ലി അല്ല പാർലമെൻറ്റ്, വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. എറണാകുളത്ത് എന്തായിരിക്കും സ്ഥിതി? സ്വന്തം ജില്ലയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി LDF തിരിച്ചു വരും, കൂടുതൽ സീറ്റുകൾ കിട്ടും. ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് UDF ഭരിക്കുന്നത്. മേയർഷിപ്പിൽ ഇപ്പം UDF വന്നിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൊച്ചി ഒരു ഇടയ്ക്ക് വെച്ച് ചുവന്നു, അത് വീണ്ടും മറ്റൊരു പഴയ അവസ്ഥയിൽ. ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് അസംബ്ലി ഇലക്ഷനെ ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യമില്ല. ഓരോ സന്ദർഭത്തിനനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യും. ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇടതുമുന്നണിയെ അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ സംഭാവന ചെയ്ത ഒരു മുഖ്യമന്ത്രിയെയും അദ്ദേഹം നേതൃത്വം മുന്നണിയെയും അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ പിന്തുണ നൽകി ഇടതുമുന്നണിക്കാണ് എൻ്റെ വിശ്വാസം. ഈ ദീപ്തി മേരി വർഗീസ് ഒരു സഹയാത്രികയായിരുന്നല്ലോ, ഉറപ്പായിട്ട്. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ കോൺഗ്രസ് അവഗണിച്ചു എന്നൊരു തോന്നുന്നുണ്ട്. അതൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാറില്ല. അതൊക്കെ രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങളല്ലേ, അത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ. താങ്കൾക്കും അവഗണന നേരിട്ടത് കൊണ്ടാണ് താങ്കൾ അപ്പോൾ അങ്ങനെ ഒരു അവഗണനയെന്നൊന്നും പറയത്തില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നെ കൂടെ നിർത്തിയില്ല. ഞാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് ആയിരുന്നു. ആ വർക്കിംഗ് പ്രസിഡൻ്റായ ആളെ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡൻ്റായിരുന്ന അന്നത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ മുല്ലപ്പള്ളിയെ മാറ്റി, കൂടെ എന്നെയും മാറ്റി. അന്ന് എന്നോടൊപ്പം സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. എന്നെ മാറ്റി, എന്നെ പിന്നെ അടുപ്പിച്ചിട്ടില്ല. അങ്ങനൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴാണ് എനിക്ക് ഒരു പ്രവർത്തനത്തിനൊരു മേഖല കിട്ടി സംസ്ഥാനത്തിന് വേണ്ടി. എൻ്റെ ഇവിടെ 45 വർഷക്കാലത്തെ ബന്ധം എനിക്ക് ഡൽഹിയിലുണ്ട്. അത് സംസ്ഥാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സീതാറാം യെച്ചൂരിയും കോടിയേരിയും MA ബേബിയും. പിന്നീടാണ് മുഖ്യമന്ത്രിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു പരിചയ സമ്പത്ത്
സംസ്ഥാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന് അവരാവശ്യപ്പെട്ടപ്പോൾ ഞാനത് അംഗീകരിച്ചു. എനിക്ക് നല്ല അനുഭവമാണ്, അല്ലെങ്കിൽ നല്ല പരിചരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറ്റ് സഹപ്രവർത്തകരുണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ന് NDTVയുടെ ഒരു സർവേ വന്നിട്ടുണ്ട്. പിണറായി വിജയനെക്കാട്ടിലും ജനപ്രീതിയുള്ള നേതാവ് VD സതീശനാണ്. കോൺഗ്രസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സതീശന് കഴിഞ്ഞു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊക്കെയാണ് സർവേ ഫലം. അതിനകത്ത് എന്താ പറയുക? എത്രയോ സർവേകൾ വന്നിരിക്കുന്നു, സർവേകൾ പോയിരിക്കുന്നു. മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം നല്ലൊരു ഇല്ലാന്ന് ഞാൻ നല്ലൊരു ജനപ്രതിനിധിയാണ്, നല്ലൊരു പാർലമെൻ്ററിയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ട്. പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അംഗീകാരം ഉണ്ടാകുമല്ലോ. പക്ഷെ അതാണ് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വരുമ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാകും. ഷാർപ്പായിട്ടൊരു ചോദ്യം, സതീശൻ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കോൺഗ്രസിൽ ഒത്തിരി നേതാക്കന്മാരുണ്ട്, എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ. അതിലൊരാളാണ് സതീശൻ എന്ന് ഞാൻ കാണുന്നുള്ളൂ. വിവിധ വിഷയങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അടുത്ത് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊക്കെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള KV തോമസ്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണമൂർത്തിക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ, ഡൽഹി.